അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന 1/2 കിലോയോളം ശർക്കരയാണ്. അതൊന്ന് പൊടിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് അളവിലാണ് വെള്ളം ഒഴിക്കുന്നത്. അത്രയും വെള്ളം മതി. നമുക്കിത് ശർക്കര പാനിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടപ്രഥമന് ആദ്യം നമ്മൾ ശർക്കര പാനിയാണ് റെഡിയാക്കുന്നത്. ഗ്യാസ് ഓൺ ചെയ്ത് നമുക്കിതൊന്ന് റെഡിയാക്കിയെടുക്കാം. അതുപോലെ തന്നെ വേറൊരു പാത്രത്തിൽ ഞാൻ 1 കപ്പ്, അതായത് ഒരു 100-150 ഗ്രാമോളം മൈദ അടയാണ്. അതുപോലെ തന്നെ ചവ്വരി എടുക്കുകയാണ്. അത് ഞാനൊരു പാത്രത്തിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചവ്വരി ഒരു 20-25 ഗ്രാമോളമേ ഉള്ളൂ. രണ്ടും കൂടി ഇട്ട് അതിലും 1 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, അതായത് പായസത്തിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഈ രീതിയിലൊന്ന് വേവിച്ചെടുക്കുന്നത്. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അതും ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ രീതിയിലൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഈ രീതിയിലൊന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട്, ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിതൊരു അരിപ്പയിലോട്ട് അരിച്ചു മാറ്റാം. അതിൻ്റെ ഒന്ന് വെള്ളം ഒന്ന് മാറി ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അടയും ചവ്വരിയൊക്കെ നല്ല വെന്ത് ഡ്രൈ ആവാൻ വേണ്ടി നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കാം. നമ്മുടെ ശർക്കര അവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന പാത്രത്തിൻ്റെ അകത്തോട്ട് ഞാൻ വേവിച്ച് വെച്ചിരുന്ന അടയും ചവ്വരി ഇട്ടു. അപ്പോൾ നമ്മുടെ ശർക്കര ഇവിടെ റെഡിയായി നല്ല ലിക്വിഡായിട്ടുണ്ട്. ഈ രീതിയിൽ വേണം നമുക്ക് പ്രഥമന് ശർക്കര ഉരുക്കിയെടുക്കാൻ. എല്ലാ കട്ടകളും നല്ല അലിഞ്ഞ് നല്ല രീതിയിലൊന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ അത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അതൊരു അരിപ്പപാത്രം വെച്ച് അടയും ചവ്വരിൻ്റെ അകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ശർക്കരയിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അതിന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ച് മാറ്റുന്നത്. ഇതിപ്പോൾ നല്ല ശർക്കര ആയതുകൊണ്ട് ഇതിൻ്റെ അകത്തൊന്നുമില്ല. അരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. കാര്യം പായസത്തിൻ്റെ, അതായത് അടപ്രഥമനാണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കുന്ന കണ്ടൻറ്റ് ആ ലിക്വിഡ് വെള്ളവുമായിട്ട്, അതായത് ശർക്കര പാനിയാണെങ്കിൽ ശർക്കര, അല്ലെങ്കിൽ പാലാണെങ്കിൽ അതുമായിട്ട് നല്ലൊന്ന് കുറുകി കിട്ടിയാലേ പായസം നല്ലൊരു പരുവാകത്തുള്ളൂ. അതാണ് ആ പായസത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് നല്ല രീതിയിൽ ആ പാനീയവും ശർക്കരയായിട്ടൊന്ന് നല്ല അടയൊക്കെ നല്ല രീതിയിലൊന്ന് കുറുകി വരണം. കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണിത്. എന്നാലും കുഴപ്പമില്ല. നല്ല ടേസ്റ്റുള്ള പായസം കുടിക്കാൻ വേണ്ടി കുറച്ച് ടൈം എടുത്താലും കുഴപ്പമില്ല. കണ്ടോ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. ഇതിവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് നമ്മൾ വീട്ടിൽ കിട്ടുന്ന പാല് തന്നെയാണ്. സാധാ പാലാണ്, ചായക്കൊക്കെ ഉപയോഗിക്കുന്ന പാല് തിളപ്പിച്ചിട്ട് തണുപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. തേങ്ങാപ്പാലോ കോക്കനട്ട് പൗഡറോ ഞാനൊന്നും ഇടുന്നില്ല. ഈ രീതിയിൽ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഈ പാലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ അടപ്രഥമൻ ഉണ്ടാക്കാൻ ടൈം എടുക്കില്ല. 1-ാം പാലെടുത്തു, 2-ാം പാലെടുത്ത് അത് തിളപ്പിച്ച് കുറുകിയൊന്നും വരേണ്ട താമസവും ഇല്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ഒരു വ്യത്യാസം നമുക്ക് തോന്നത്തില്ല. അപ്പോൾ ഈ രീതിയിൽ ഒരു 10-15 മിനിറ്റോളം ഒന്ന് ഒരു ലോ ഫ്ലെയിമിലല്ല, കുറച്ചുകൂടെ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെക്കുകയാണ്. അതിൻ്റെ അകത്തോട്ട് കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ട്. അതിൽ തേങ്ങാക്കൊത്ത് ഇടുകയാണ്. വേണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആവണം ഈ തേങ്ങാക്കൊത്ത്. കണ്ടോ, ഈ രീതിയിൽ ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആയതിനു ശേഷം ഞാൻ ആ പായസത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിലെ നെയ്യിൽ തന്നെ ഞാൻ കുറച്ച് നട്ട്സും റൈസിൻസും ഒന്ന് ആഡ് ചെയ്യുകയാണ്. അതും ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തോന്നൂല ഇതൊരു തേങ്ങാപ്പാലല്ല ഉണ്ടാക്കിയെന്ന്, പാലിലാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും കഴിച്ചു നോക്കുക, ട്രൈ ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.